ദൈവിക പദ്ധതികൾക്കായി നാം ക്ഷമയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കണം. അപ്രകാരം നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതുകയും ഒരുക്കുകയും ചെയ്യുന്ന വഴികൾ വലുതും വിശാലവുമാണെന്ന് നാം മറന്നു പോകരുത്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 22-ാം വാക്യം: യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. അതെ, ദൈവം സർവശക്തനാണ്. തക്ക സമയത്ത് അവൻ വേഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്തു തരും. പത്രോസിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. മാത്രമല്ല, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഉയർച്ചയും വളർച്ചയും നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. എന്നാൽ മറന്നു പോകരുത്, തക്ക സമയത്ത് ഉയർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. ദാവീദിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദാവീദ് ഒരു ഇടയനായിരുന്നു. അവൻ വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. കുടുംബാംഗങ്ങൾ പലരും അവനെ മറന്നിരുന്നു. എന്നാൽ ദൈവം അവനെ അറിഞ്ഞു. പിന്നത്തേതിൽ അവൻ ആ രാജ്യത്തിൻ്റെ രാജാവായി തീരത്തക്കവണ്ണം ദൈവം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഗിദെയോൻ്റെ അനുഭവം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 6-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അതെ, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനും അല്ലോ. അതെ, ഏറ്റവും ചെറിയവനാണെങ്കിലും നമ്മുടെ കുടുംബങ്ങൾ ഏറ്റവും ചെറുതാണെങ്കിലും ആരും നമ്മെ അംഗീകരിക്കുന്നില്ല എങ്കിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിറങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ശീഘ്രഗതിയിലുള്ളതാണ്. അത് വേഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുകയും ദൈവഹിതത്തിനായി നമ്മെ തന്നെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതെ, ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിരാശകൾ വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്.